ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും സ്വാഗതം ഗൈസ്. എത്ര ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്? ഒരാഴ്ചയായില്ലേ ഗൈസ്? ഒരാഴ്ചയായി നമ്മൾ വ്ലോഗ് ചെയ്തിട്ട്. അപ്പോൾ എന്തായി ഒരാഴ്ച വ്ലോഗില്ലാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഈ ഒരാഴ്ചയിലൊരു 4-5 ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ തമിഴ്നാട്ടിലും ഊട്ടിയിലും പിന്നെ കർണാടകയിലും ഗുണ്ടൽപേട്ടിലൊക്കെ ആയിട്ട് ഒരു 3-4 ദിവസം കുറച്ച് ആവശ്യങ്ങളായിട്ടും കുറച്ച് കറക്കമൊക്കെ ആയിട്ട് പുറത്തായിരുന്നു. സ്റ്റേറ്റിന് പുറത്തായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. ഞാൻ ഇന്നലെ ആയിട്ടാണ് എത്തിയത് നാട്ടിൽ. അപ്പോൾ വന്ന ക്ഷീണം, പിന്നെ ഉറക്ക ക്ഷീണം, യാത്രാ ക്ഷീണം എല്ലാം കൊണ്ടും പിന്നെ തണുപ്പ് കൊണ്ടിട്ടൊക്കെ തൊണ്ടയൊക്കെ ആകെ പോയിട്ടുണ്ടായിരുന്നു. പൊഴി വീഡിയോയിൽ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും, എൻ്റെ പഴയ ശബ്ദമല്ല ഇത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെയാണ് ഞാൻ എത്തിയത്. ഇവരാരും ഉണ്ടായിരുന്നില്ല. ഞാനും നമ്മുടെ ഒരു 3-4 ഫ്രണ്ട്സ്, ഞങ്ങളൊരു 5 ആൾക്കാരായിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ പോയിട്ടൊക്കെ എത്തി. അപ്പോൾ കുറച്ച് ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല. എന്നാലും കുറേ ആൾക്കാർ കമൻ്റ് ആയിട്ടൊക്കെ ചോദിച്ചു, മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു എന്താ വ്ലോഗ് ഇടാത്തതെന്നൊക്കെ. അപ്പോൾ ഈ തിരക്കിൽപ്പെട്ട് പോയതുകൊണ്ടാണ് ഇടയ്ക്കൊന്നും വേറെ പറയാനോ കാര്യങ്ങളൊന്നും പറ്റിയില്ല. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, ഞാൻ സ്റ്റോറിയൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷം ആയിരുന്നില്ല. ഉമ്മായും ചക്കരയും നമ്മുടെ കുഞ്ഞാപ്പിയ കഥ അവിടെ ഇരിക്കാനുണ്ട്. എവിടെ നോക്കണത്? എവിടെ നോക്കണത്? അതെ 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 അതെ. എന്താ ഇവിടെ പരിപാടി? മക്കളെ, ഇതൊരു തിരിക്കണ പമ്പരത്തിന്റെ കളിപ്പാട്ടത്തിന്റെ ഒറ്റ കളിപ്പാട്ടാണ് കേട്ടോ. ഇത് കാണിച്ചിട്ട് പണിയങ്ങളൊക്കെ. ഇത് മാത്രമല്ല, ഇതേപോലെ നോക്കിക്കോ നിങ്ങളെ, ഇത് കണ്ടോ, ഇതൊക്കെ അതിൻ്റെ സാധനങ്ങളാണ്. ഒക്കെ തല്ലി പൊട്ടിച്ചു ഒരു സൈഡിലാക്കിയിട്ടിരിക്കുകയാണ് ഈ സാധനങ്ങളെല്ലാം. എൻ്റെ കുഞ്ഞു സുന്ദരി, ഇരുമ്പ് തുരുമ്പാക്കണ കുഞ്ഞു സുന്ദരി. ചക്കര, എന്തൊക്കെയാ വിശേഷങ്ങള്? നല്ല വിശേഷങ്ങൾ. നിങ്ങളെ വിശേഷം എന്താണ്? സുഖം, അൽഹംദുലില്ലാ, സുഖമായിട്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിനിപ്പോൾ ഈ മാസത്തെ ഒരു ഫങ്ഷൻ വരാനുണ്ടല്ലേ ചക്കരെ? എന്ത് ഫങ്ഷനാണ്? ഇതായിരിക്കണല്ലേ, ഒരു വർഷത്തിന്റെ ഫങ്ഷൻ. എന്റെ കുഞ്ഞു സുന്ദരി ഭൂമിയിലേക്ക് വന്നിട്ട് 1 വർഷം ആകാൻ പോകുന്നു അല്ലേ? ബർത്ത്ഡേ ആവാൻ പോകുന്നു അല്ലേ? അപ്പോ ബർത്ത്ഡേ ഒന്ന് പിടിക്കും, ഫോൺ ഒന്ന് പിടിച്ചാൽ അതൊന്ന് വാ. ബർത്ത്ഡേ ആകുന്നു അല്ലേ? അപ്പൊ ബർത്ത്ഡേ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജൂൺ 26-നാണ് കേട്ടോ ബർത്ത്ഡേ. അതായത് നാളെ വെള്ളിയല്ലേ, അടുത്ത വെള്ളിയാഴ്ചയാണ് ബർത്ത്ഡേ വരുന്നത്. ഈ വെള്ളിയല്ല, അടുത്ത വെള്ളിയാഴ്ച. അപ്പൊ നമ്മള് കാത് കുത്തി വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ്ടേ, കാതൊക്കെ കുത്തി സുന്ദരി പെണ്ണായിട്ടുണ്ട്, കാതൊക്കെ കുത്തി പിന്നെ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ബർത്ത്ഡേക്ക് മുന്നേ തന്നെ നമ്മൾ കാത് കുത്താന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അന്ന് തന്നെ നമ്മളൊരു കാത് കുത്തിയത്. കുറേ ആൾക്കാർ ചോദിച്ചു എന്തിനാ അത്ര നേരത്തെ കുത്തുന്നത്, പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചു എന്തിനാ അത്ര വൈകി കുത്തിയത്, അങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് കാത് എത്ര വയസ്സിലൊക്കെ കുത്തണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ 1 വയസ്സിന് മുന്നോട്ട് കുത്താമെന്ന് വിചാരിച്ചു. പിന്നും അവർക്ക് അറിവ് വെച്ച സമയമാകുമ്പോൾ തന്നെ വേദന കൂടുമ്പോൾ അവർ സമ്മതിക്കാതിരിക്കും. ഇത് വന്നുകൊണ്ട് ചെന്നപ്പോൾ അവിടുത്തെ ആളെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മുന്നേ കുത്തണമായിരുന്നു അല്ലേ പറഞ്ഞത്? 6 മാസത്തിലേക്ക് കുത്തണമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബർത്ത്ഡേ നമ്മൾ നടത്തുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യണം? ബർത്ത്ഡേ നടത്തണ്ടേ? ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ? ബർത്ത്ഡേ നടത്തണ്ടേ? നമുക്ക് നടത്തണ്ടേ മോളെ? ഇത് ബർത്ത്ഡേ നടത്തണ്ടല്ലേ മോളെ? നമുക്ക് നടത്തണം അല്ലേ ഗൈസ്? ആദ്യത്തെ ബർത്ത്ഡേ നമുക്ക് നടത്തണം അല്ലേ? അപ്പോൾ ബർത്ത്ഡേന്റെ പരിപാടിയൊക്കെ ആയിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി തീരുമാനിക്കണതുള്ളൂ അല്ലേ? എങ്ങനെ നടത്തണം, അല്ലെങ്കിൽ പിന്നെ കാര്യമായിട്ട് നടത്തണോ ചെറിയ ലഘുവായിട്ട് നടത്തണോ എന്നൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ചക്കര പ്രസവിച്ച് കിടന്നപ്പോൾ 40 ചടങ്ങൊക്കെ നമ്മളെ നാട്ടിൽ സാധാരണ നടത്താറുണ്ടല്ലേ? അതായത് നമ്മളെ നാട്ടില് പിന്നെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 40-ന് പിന്നെ എന്താണ് ആ ചരട് കെട്ടുന്ന സെറ്റപ്പ് ആണല്ലേ? 40 ചടങ്ങായിട്ട് നടത്താറുണ്ട്, നൂല് കെട്ടായിട്ട് നടത്താറുണ്ട്. അതിനിപ്പോൾ ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയരുത്. നമ്മളെ നാട്ടിലും മുസ്ലിംസിലൊക്കെ നടത്താറുണ്ട് ആ ചടങ്ങ്. അപ്പോൾ അന്ന് നമുക്കിവിടെ നടത്താൻ പറ്റിയില്ലല്ലേ? അന്ന് ചക്കരയും കുട്ടിയൊക്കെ അവിടെ ആയിരുന്നു. 3 മാസം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് 40 ചടങ്ങ് എല്ലാവരെയും വിളിച്ച് നടത്താനോ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഫാമിലീസിലുള്ള വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കുടുംബത്തിലുള്ള ആൾക്കാരെ വിളിച്ച് നടത്താനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ബർത്ത്ഡേ നടത്തുമ്പോൾ
ഒരു കുട്ടിയുടെ അടുത്ത പരിപാടി ആകുമ്പോൾ അതൊന്ന് നടത്തണമെന്നുണ്ട്. ചില ആൾക്കാർ പറഞ്ഞ് കാത് കുത്തൽ ഫംഗ്ഷനായിട്ട് നടത്തുന്നത്. പക്ഷെ നമ്മൾ കാത് കുത്തലൊരു ലരാ അവളെടുക്കുക ചക്കരെ കാത് കുത്തൽ നമ്മളൊരു ഫംഗ്ഷനായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പിന്നെ അവരെല്ലാവരും ഉൾപ്പെടുത്തായിരുന്നു. പക്ഷെ കാത് കുത്തൽ നമ്മളെ നാട്ടിൽ കൂടി കാത് കുത്തൽ പരിപാടിയായിട്ട് നടത്താത്ത പക്ഷം നമ്മൾ ഒരു ചെറിയ രീതിക്ക് തന്നെ നമ്മൾ കാത് കുത്തൽ നടത്തി, വേറെ ആരും ഇല്ലാതെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബർത്ത്ഡേ ഇൻഷാല്ലാ നല്ല രീതിക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും വിളിച്ചിട്ട് ചെയ്യാം. എന്തായാലും നമുക്ക് തീരുമാനിക്കാം അല്ലേ? ഇപ്പോൾ ബർത്ത്ഡേ അങ്ങനെ വിളിക്കണമെങ്കിൽ ഇപ്പോൾ എത്ര ആൾക്കാരുടെ പരിപാടി ഉണ്ടാവും? കൂട്ടി നോക്കാം അല്ലേ? പിന്നെ അങ്ങനെ കൂട്ടി വെക്കാം. കൂട്ടി നോക്കിയിട്ട് നമുക്ക് നടത്താം. എന്തായാലും കുറച്ച് ആൾക്കാരെ പരിപാടി ഉണ്ടാവും അല്ലേ? ഇൻഷാല്ലാ നമ്മൾ നോക്കണതേ ഉള്ളൂ. എന്തായാലും നമ്മൾ തീരുമാനിച്ചിട്ട് പറയാം. എങ്ങനെ നടത്തണം എൻ്റെ കുട്ടിക്ക്? എങ്ങനെ നടത്തണ്ടേ ബർത്ത്ഡേ? എങ്ങനെയാ നടത്തുന്നത്? ഷെക്കാൻ കൊടുക്കും, ഷെക്കാൻ കൊടുക്കും. നോക്കണോ? ഇനി ദേഷ്യം വരും. മക്കളെ ടാറ്റ പോവാൻ വരണ അക്കത്തേക്ക് വരുമ്പം കണ്ണേ കൊത്തേ കാര്യം കൊത്തേ അക്കത്തേക്ക് കുറേ ആൾക്കാരുടെ പിന്നെ കമൻ്റ് ആയിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി നടക്കണില്ല, കുട്ടി പിന്നെ ഇഴയണില്ല എന്നുള്ള കാരണം നമ്മൾ എടുത്തു വെച്ചുകൊണ്ടിരിക്കണതാണ് എന്നല്ലേ. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും ഏതൊരു കുട്ടീനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവൾ മുട്ടിലഴിയാത്തത്, അവൾ നടക്കാത്തത് എന്നൊക്കെ. കേസ് നമ്മൾ ശരിക്കും വീഡിയോ എടുക്കുമ്പോൾ സമയം മാത്രമേ ഇവളെങ്ങനെ എടുത്ത് വെക്കാറുള്ളൂ, ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ. അല്ലാത്ത സമയമൊക്കെ ഇവളെ ഏത് നേരവും ഇതേപോലെ താഴെ തന്നെ ഇരിക്കണം. നിങ്ങൾ കണ്ടില്ലേ ഇതേപോലെ ഇവിടെ ഇരുന്ന് കളിക്കുകയാണ് പുള്ളിക്കാർ ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ ആൾ കുഴപ്പമില്ല, കുറച്ചൊക്കെ ഒന്ന് എഴയാൻ ശ്രമിക്കുന്നുണ്ടല്ലേ ചക്കരെ? എഴയും, അതായത് മുട്ടിലെഴയൂല, അല്ലാതെ ഇങ്ങനെ 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 എഴഞ്ഞു പോകും. മുട്ടിലെ എപ്പോഴും എൻ്റെ കുഞ്ഞിന് പേടിയാണ് അല്ലേ? കുത്തില്ല അവള്, അങ്ങനെ ഒരു പേടി അവൾക്ക് ചെറുതായിട്ടുള്ളതുകൊണ്ടായിരിക്കും. അല്ലാതെ നമ്മളെപ്പോഴും എടുത്തുകൊണ്ടൊന്നല്ല കേട്ടോ നടക്കുന്നത്. അവളെങ്ങനെ നേരം താഴ്ത്തിരുത്തുന്നുണ്ട്. പിന്നെ നമ്മളിതേ വേറൊരു മാറ്റ് തയ്യൊരു സാധനം കണ്ടോ നിങ്ങൾ? ഇത് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്, നമ്മളെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു സാധനം റബ്ബറിൻ്റെ ഫോം ഷീറ്റാണ്. ഇത് താഴ്ത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണാലോ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇതിലോട്ട് കണ്ടോ? ഇനി ഇപ്പോൾ അങ്ങനെ വരും. വന്നെടുക്ക് ബാബാ, ഇങ്ങ് ബാബാ, ഇങ്ങ് വായോ, ഇങ്ങ് വായോ. വായിക്കണം കേട്ടോ. വായോ. മാർഗം പലത് ലക്ഷ്യം ഒന്ന് എന്ന് പറഞ്ഞ പോലെ എങ്ങനെ വന്നാലും എടുത്താൽ മതി. അതവിടെ എത്തി. വരുന്നത് എങ്ങനെയാണെങ്കിലും സാധനം നമുക്ക് കിട്ടിയാൽ മതി. ബാ പൊന്നു ബാ മുട്ടിലഴിയാൻ അവൾക്ക് പേടിയാണ് കേട്ടോ. എന്നാലും നേരത്തേക്കാളും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നേരത്തെ ഇത്രയും കൂടി ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ അതവൾ പഠിച്ചില്ലേ. അവൾക്ക് ഇങ്ങനെ മുന്നേക്ക് നീങ്ങാനുള്ള ഒരു ഐഡിയ പിന്നെ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് അവൾ പഠിച്ചല്ലോ. അപ്പൊ ഇനി എന്ത് ചെയ്യാം നമുക്ക്? പോട്ടെ ഇനി എടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക്? ഇനി മെല്ലെ നമുക്ക് മുട്ടിലറിഞ്ഞ് പഠിക്കണം അല്ലേ? ഓക്കെ. അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് എൻ്റെ കുഞ്ഞു സുന്ദരിന്റെ വിശേഷങ്ങൾ. ഒരു അവ ഉണ്ടോ അപ്പച്ചിക്ക്? ഒരു അവ ഉണ്ടോ? അവിടെ? ഓക്കെ. അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. നല്ല കൊതുണ്ടല്ലേ ചക്കരെ? ഓക്കെ. എന്നാൽ നമുക്ക് നല്ല വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? വെറുതെ എന്തിനാ കൊതുകടി കൊള്ളണത്? ഇവിടെ നമ്മൾ കുറച്ച് ഓപ്പൺ എയർ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ എന്നാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. ബാക്കി ബർത്ത്ഡേ വിശേഷങ്ങൾ എങ്ങനെ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കണമെന്നൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ട് അടുത്ത വീഡിയോയിൽ അറിയിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.